ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എന്നാൽ ഇന്ന് നമ്മൾ പോകുന്നത് ലൈനിലോട്ടാണ്. അന്നേരം നമ്മൾ ഈ വീഡിയോ നമ്മൾ 2 പാർട്ടായിട്ടാണ് എടുത്തേക്കുന്നത്. ബിക്കോസ് ഫുൾ ഡേ വ്ളോഗായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അന്നേരം ആദ്യം നമ്മൾ പോകുന്നത് ലൈൻ റൂട്ടിൽ കൂടെ ജബൽ ഹഫീത്താണ് പോകുന്നത്. അങ്ങോട്ട് പോകുന്നതിന്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് അറിയോ? ജബൽ ഹഫീത്തിലോട്ട് പോകുന്ന ആ റോഡാണ്. എന്തൊരു സൂപ്പർ ആണെന്നറിയോ? അന്നേരേ ഈ ഇടയ്ക്ക് ഞാൻ അന്ന് ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലേ, ആ വീഡിയോയില് എനിക്ക് കുറെ കമന്റ്സ് വന്നു കേട്ടോ. എൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ പ്രായമായ അമ്മൂമ്മമാർക്കും അപ്പൂപ്പന്മാർക്കും ഒന്നും ദുബായിൽ വരാൻ പറ്റാതെ ഇരിക്കുമ്പോൾ എന്റെ വീഡിയോസിൽ കൂടിയും ഇല്ല, പിന്നെ അതർ ഇതുപോലത്തെ ഇന്നത്തെ ഹിന്ദി ടോപ്പിനോട്ടൊക്കെ പോകുന്ന വീഡിയോസ് ഒക്കെ കണ്ട് അവർക്ക് ഇവിടെ ദുബായിലുള്ളത് പോലത്തെ ഒരു ഫീൽ, ദുബായിലല്ല UAE-ലുള്ളത് പോലത്തെ ഒരു ഫീല് വരും. അതുകൊണ്ട് എന്റെ വീഡിയോയും പിന്നെ ബാക്കിയുള്ള ഇതുപോലത്തെ വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാവരും കാണണം കേട്ടോ. പിന്നെ ഈ വീഡിയോയും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എനിക്ക് ഇതുപോലെ കുറച്ചും കൂടി കമന്റ്സ് വേണം കേട്ടോ, അതുകൊണ്ട് കമന്റ്സ് ഇടാൻ മറക്കല്ലേ. ഇത് നമ്മള് ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ അവരൊക്കെ കൂടുതലും നമ്മുടെ മെയിൻ സ്പോട്ട്സ് ആയിട്ട് ദുബായിന്റെ മെയിൻ സ്പോട്ടായിട്ടുള്ള ടൂറിസ്റ്റ് പോകുന്ന ബുർജ് ഖലീഫയിലും ബുർജ് അൽ അറബിലും ദുബായ് അല്ല അബുദാബിയിലെ ഗ്രാൻഡ് മോസ്കിലും ഒക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷെ ഇവിടേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ള നല്ലൊരു സ്ഥലമാണ്. അത് മാത്രമല്ല നമ്മള് പുറത്തൊക്കെ ലോങ് ഡ്രൈവ് പോകാൻ ഇഷ്ടമുള്ള ട്രാവൽ ചെയ്യാനും നല്ലൊരു സ്ഥലമാണ്. അത് മാത്രമല്ല വെള്ളമല്ല ഈ ക്ലൈമറ്റിൽ പോകുന്നത് നല്ലതായിരിക്കും. ലൈക്ക് നമുക്ക് നല്ല തണുപ്പ് ആസ്വദിക്കാൻ പറ്റും. അന്നേരം നല്ലതാണ് ഈ സ്ഥലം. അന്നേരം ഗൈസ് നമ്മൾ എത്താറായി ഗൈസ്. നമ്മളിപ്പോ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. മല കയറുമല്ല, അച്ഛൻ അങ്ങോട്ട് പട്ടി കയറ്റിക്കൊണ്ടിരിക്കും. നേരെ റോഡ് കേട്ടോ, അവിടെ ഓരോ സൈഡും. പിന്നെ നമ്മളിപ്പോ വളവ് തിരിഞ്ഞ് കണ്ടോ, 2 സൈഡിലും മലകൾ കണ്ടോ. ഒരു ഹില്ലി ഏരിയ, അതിന്റെ അപ്പുറത്ത് ഹില്ലി ഏരിയ, പിന്നെ ഇങ്ങനെ വളഞ്ഞു തുഴഞ്ഞ് അതിന്റെ മിഡിൽ കൂടെയുള്ള ഈ റോഡിലാണ് പോകുന്നത്. പിന്നെ ഈ ജബൽ ഹഫീത്ത് എപ്പോഴാ പണിഞ്ഞെന്നറിയോ? നിങ്ങൾക്കറിയാവോ? 1980-ലാണ് ഇത് പണിഞ്ഞത്. അത് അങ്ങനെ അനദർ വ്ലോഗേഴ്സ് ഒക്കെ പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രൈവ് ഇൻ ദ വേൾഡ് ആണെന്നാണ് ഇത് പറയുന്നത്. അത് മാത്രമല്ല വളരെ വളരെ ബിഗ് റോഡാണിത്. അങ്ങനെ അബുദാബിയിലെ ഫസ്റ്റ് ഹയസ്റ്റ് പീക്കാണ് ജബൽ ഹഫീത്ത്. അങ്ങനെ ഈ ജബൽ ഹഫീത്ത് മൗണ്ടൻ റോഡ് എന്ന് വെച്ചാൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഡ്രൈവിംഗ് റോഡ് ഇൻ ദ വേൾഡ് ആണ്. അതുകൊണ്ടാണ് ജബൽ ഹഫീത്തോട്ട് പോകുന്ന ഡ്രൈവ് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് പറയുന്നത്. അന്ന് രാത്രിയൊക്കെയാണ് നമ്മൾ ഈ മല കയറുന്നെങ്കിൽ നമുക്ക് നമ്മുടെ അലൈൻ സിറ്റി ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും. ഞങ്ങളാണെങ്കിൽ ഉച്ചക്കൊക്കെ ഇറങ്ങിയോണ്ട് ഞങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് അലൈൻ സിറ്റി ഫുള്ളായിട്ടും അല്ലാതെ കാണാൻ പറ്റി. അത് മാത്രമല്ല നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിടാനുള്ള സ്പേസ് കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ലെവലായിട്ട് നമ്മളിങ്ങനെ മേപ്പോട്ട് കയറിപ്പോയി. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഞങ്ങള് അലൈൻ സിറ്റി അതൊക്കെ കാണാൻ പറ്റി. അന്നേരം ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് അലൈൻ സിറ്റി കണ്ടു. ഇടയ്ക്കിടയ്ക്ക് ഞാനേ അവിടെ എനിക്ക് ഇങ്ങനെ കുറെ അലയ്ക്കുമ്പോൾ എക്കോ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ അവിടെ ഇങ്ങനെ സ്ക്രീൻ ചെയ്തപ്പോൾ എക്കോ ഒക്കെ എനിക്ക് കേൾക്കാൻ പറ്റി. എന്നാൽ ഞങ്ങൾ ഇപ്പൊ മല കയറിക്കൊണ്ടിരിക്കുവാണ്. അന്നേരം ഞാൻ പറഞ്ഞ സ്പോട്ട് എത്താറായെന്ന് തോന്നുന്നു.
ഏകദേശം അങ്ങ് എത്തി. പിന്നെ നമുക്ക് അവിടെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് കിട്ടി. പിന്നെ അവിടെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാൻ നല്ലൊരു വൈബാണ് കേട്ടോ. അത് മാത്രമല്ല, പിള്ളേർക്ക് അത്യാവശ്യം കളിക്കാനുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ അതിൻ്റെ അകത്ത് കിടന്ന് ചാടിയും ഒക്കെ ചെയ്തു. പിന്നെ അവിടെ ഇങ്ങനെ റോക്ക് ക്ലൈമ്പിംഗ് പോലത്തെ എന്താണൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ മണ്ടയ്ക്ക് ഞാൻ കയറി. പിന്നെ ഞാൻ റോക്ക് ക്ലൈമ്പിംഗ് ചെയ്തു. ഞാൻ പറഞ്ഞ സ്പോട്ട് എത്താറായി.